നമസ്കാരം. സൂക്ഷ്മദർശിനി, നമ്മുടെ ബേസിൽ ജോസഫിൻ നായകനായി നസ്രിയ നായികയായ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ പടം കണ്ടുവന്നു. വീഡിയോ ചിലപ്പോൾ തിങ്കളാഴ്ചയായിരിക്കും അപ്ലോഡ് ആവുന്നത്. കണ്ടിട്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ഡിലേ ആയതുകൊണ്ടാണ്. പടം എല്ലാവരും റിവ്യൂ എല്ലാം പറഞ്ഞു തുടങ്ങി. റിവ്യൂ ഒക്കെ ഓൾമോസ്റ്റ് പുറത്തു വന്നു. ആൾക്കാരുടെയൊക്കെ പ്രതികരണങ്ങളും വന്നു. ഞാനും എടുക്കാൻ കുറച്ച് ഡിലേ ആയി. പടം കണ്ടു വന്നു. സെക്കൻഡ് ഷോയ്ക്ക് പോയി വന്നത്. പിന്നെ കുറച്ച് വർക്കിന്റെ തിരക്കിലായതുകൊണ്ട് പിന്നെ എടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് സൂക്ഷ്മദർശിനി അഭിപ്രായം പറയാമെന്ന് വെച്ചു. കാരണം എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയണമല്ലോ. ചിലർക്ക് അത് കണക്റ്റായി, ചിലർക്ക് അത് കണക്റ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ എം സി ജിതിനാണ് ഈ ഒരു പടം സംവിധാനം ചെയ്തിരിക്കുന്നത്. തിരക്കഥയും പുള്ളി തന്നെയാണ്. പുള്ളിയും ലിബിൻ ടി.ബി എന്ന് പറഞ്ഞ നസ്രിയ, ബേസിൽ ജോസഫ്, പിന്നെ കുറച്ച് ഒരു താരനിര എന്ന് പറയുന്നില്ല, കുറച്ച് ടീമുകൾ ഇതിനകത്തുണ്ട്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നിഗൂഢത. പടത്തിന്റെ തുടക്കത്തിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തൊട്ട് തുടങ്ങിയ നിഗൂഢത ക്ലൈമാക്സ് വരെ കൊണ്ടുപോയതിൽ ഈ ഒരു പടത്തിന്റെ സ്ക്രീൻ പ്ലേ അടിപൊളിയായിരുന്നു. ഒരു ലൂപ്പ് ഒരു എന്താണ് അടുത്തത് എന്നുള്ളത് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഇതിലോട്ട് ഈ പടത്തിന്റെ സ്ക്രീൻ പ്ലേ കൊണ്ടുപോയത്. അതിൽ ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞ കഥാപാത്രം, നസ്രിയ എന്ന് പറഞ്ഞ കഥാപാത്രം, അവര് ഇതിനോട് എന്താ പറയാ, തികച്ചും നീതി പുലർത്തി തന്നെ പറയാം. കാരണം അതിന്റെ ആ ഒരു ആക്ടിങ്ങും, കാരണം ബേസിലിന്റെ ഒക്കെ നമ്മൾ ഇത്രയും കഴിഞ്ഞ പടങ്ങൾ വരെ പുള്ളിന്റെ പടം കണ്ട്, നമ്മൾ ആ നുണക്കുഴി പറഞ്ഞ പടം വരെ കണ്ടു നിൽക്കുന്ന സമയത്ത് പുള്ളിന്റെ അത്രയും കാലമുള്ള ഒരു മാനർസും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കോമഡി ഇതെല്ലാം അതിന്നൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ കോമഡി ഇല്ല. പക്ഷെ ഈ ഒരു കഥാപാത്രത്തിന് വേണ്ട ഒരു മെയ്വഴക്കം കാര്യങ്ങളെല്ലാം പുള്ളി ഇതിൽ ചെയ്തിരിക്കുന്നത്. പടത്തിനെ കുറിച്ച് പറയുന്നത് ഒരു നിഗൂഢമായ ഒരു ഇൻസിഡന്റ് ഒരു വീട്ടിനകത്ത് നടക്കുകയാണ്. അത് പുള്ളി എല്ലാവരുടെ അടുത്തു നിന്ന് ഒളിപ്പിക്കുന്നു. അത് എന്താണ് ഏതാണ് എന്നുള്ളതാണ് ഈ ഒരു പടത്തിന്റെ ഒരു ഇത്. അതിനെക്കുറിച്ച് കണ്ടെത്തുന്നതും അതെന്താണെന്നുള്ള അവസാനം പോയി വന്നു ചേരുന്നതെല്ലാം അടിപൊളിയാണ്. കാരണം ഒരു സീന് തുടങ്ങി ആ സീൻ അവസാനിക്കുന്ന അവിടെ ഒരു ട്വിസ്റ്റ് പോലെ, പിന്നെ അടുത്ത സീന് തുടങ്ങി അത് അവസാനിക്കുമ്പോൾ ഒരു നിഗൂഢത. ഇത് മൊത്തം നമ്മളൊരു ഫിനിഷ് ആകാത്ത പോലെ അവസാനം ഒരു കൺക്ലൂഷനിൽ വരുമ്പോൾ നമ്മളിങ്ങനെ നെറ്റിപ്പോകുന്ന തരത്തിലുള്ളതാണെന്നാണ്. ചിലർ ദൃശ്യം മോഡൽ ഒരു ക്ലൈമാക്സ് ആണ്, അങ്ങനെ അതൊന്നുമല്ല. ദൃശ്യം വേറൊരു ടൈപ്പ്, ഇത് വേറൊരു ടൈപ്പ്. ഇതന്നെ പറഞ്ഞു. നമുക്ക് ഫസ്റ്റ് തൊട്ട് നമുക്ക് അറിയാൻ പറ്റും ഇതൊരു പടത്തിന്റെ പോണത് ഒരു ത്രില്ല് മോഡിലോട്ടാണ് എന്നുള്ളതല്ല. അതിൽ കോമഡി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കോമഡി എന്നുള്ള സ്ക്രിപ്റ്റ് ബേസ് കോമഡി അല്ല, സിറ്റുവേഷൻ ബേസ് കോമഡിയാണത്. കാരണം ഒരു കഥ അതിലൊരു ഇതുണ്ടാക്കി ചിരിപ്പിക്കുകയല്ല. ഒരു കഥ എഴുതി ഇന്ന സാധനം ഇന്നത് പറഞ്ഞ അതല്ല, ഒരു സിറ്റുവേഷനിൽ അവർ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും കാര്യങ്ങളും ദേഷ്യപ്പെടുന്നതായിക്കോട്ടെ ഒരു ഇത് വരുന്ന സമയത്ത് ആ ബേസിലുള്ളൊരു കോമഡിയാണ് ഈ ഒരു പടത്തിനുള്ളത്. ആ ഒരു ഇതിൽ പടം മൊത്തത്തിൽ നല്ല രീതിയിൽ ക്ലിക്കായിട്ടുണ്ട്. ആ ഒരു ഇതെല്ലാം നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിൽ അഭിനയിച്ചാൽ നമ്മുടെ ആവേശത്തിലൊരു ഇതുണ്ടല്ലോ, ഇവർക്ക് മറ്റേ ഈ പിള്ളേരുടെ ഇപ്പോൾ പോകുന്നൊരു പെൺകുട്ടി, പിന്നെ ആവേശം എന്ന് പറഞ്ഞ സിനിമയിൽ ഇവര് നൈറ്റ് പാർട്ടിയൊക്കെ ഉണ്ട്, പിന്നെ കൂടെ കിടന്നുറങ്ങുന്ന ആ പെൺകുട്ടി, ആ പുള്ളിക്കാരിയുണ്ട്. പ്രേമലുവിന്റെ നായികന്റെ കോ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടി, ഇവരെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതില് സിദ്ധാർത്ഥ് ഭരതൻ, പുള്ളി ഇതില് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം എന്റെ സഹോദരങ്ങളാണ്, ബേസിൽ ജോസഫിന്റെ. എല്ലാവരും അതിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലും സിറ്റുവേഷൻ വൈസ് കോമഡി എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതില്. അതെന്ന് പറഞ്ഞ പടത്തിന്റെ ആ ഒരു സ്ക്രീൻ പ്ലേ അടിപൊളിയായിരുന്നു. നമ്മൾ ക്ലൈമാക്സ് ഒക്കെ വരുന്ന സമയത്ത് ഒരു ത്രില്ലിംഗ് മൊമെന്റ് ഒക്കെ എത്തുന്ന തരത്തിലുള്ളൊരു തന്നെയാണ് ഈ ഒരു പടത്തിൽ എടുത്തത്. കാരണം ആ തുടക്കം തൊട്ട് ആ പടം എന്താണോ ഡിമാൻഡ് ചെയ്യണത്, അല്ലെങ്കിൽ പ്രേക്ഷകനെ എങ്ങനെ ആ ഒരു സീറ്റിൽ പിടിച്ചിരുത്താൻ പറ്റുമോ ആ പിടിച്ചിരുത്തുന്നതിൽ 100% ഈ ഒരു പടം വിജയിച്ചു എന്ന് തന്നെയാണ് പറയാൻ. അല്ലാണ്ട് നമ്മൾ അങ്ങനെ വമ്പൻ ഇതൊന്നും നോർമൽ ഒരു ത്രില്ലർ, ആ ഒരു നിഗൂഢമായ ഒരു ത്രില്ലർ. കാരണം നമ്മൾ ഈ ഒരു പടം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു മലയാളം പടം തന്നെയാണോ കണ്ടത് എന്നുള്ളൊരു തോന്നൽ വരും. കാരണം നമ്മൾ ചില സിനിമകളുണ്ട്, അയ്യോ തീരല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കണ്ടോണ്ടിരുന്ന സിനിമകളുണ്ട്. പക്ഷെ ഇത് നമുക്ക് കുറച്ചാകുമ്പോൾ ഇതൊന്ന് തീർന്നാൽ മതി എന്ന് നമുക്ക് ഉള്ളിൽ തോന്നുന്നത് ഇതിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് അറിയാനുള്ള ഒരു ഇത് തന്നെയാണ്. കാരണം ഇതിങ്ങനെ മൊത്തത്തിലൊരു കൺഫ്യൂഷനിലാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് അറിയണം. അതുകൊണ്ട് ഇതൊന്ന് പെട്ടെന്നൊന്ന് തീരണം എന്നുള്ള ലെവലിൽ പോയിരിക്കുന്നത്. ഞാനൊക്കെ പേഴ്സണലി അങ്ങനെയാണ് ഞാനത് ചിന്തിച്ചത് ഈ ഒരു പടത്തിന് കേട്ടോ. അല്ലാതെ ഇതിന് മുമ്പ് നമ്മൾ കണ്ട പടങ്ങളിൽ അയ്യോ തീരല്ലേ എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഇടത്തിലാണ് ഈ ഒരു പടത്തിന് വിജയം എന്ന് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെ തീർന്നിട്ട് സസ്പെൻസ് എന്താണെന്ന് അറിയണം എന്നുള്ളതിന്റെ ഒരു
ഒരു ഇത് തന്നെയായിരുന്നു എനിക്ക് ഒരു പടം കാണുമ്പോൾ ഉണ്ടായത്. ഈ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. കാരണം അതിനെ പറഞ്ഞ സിറ്റുവേഷൻ ബേസിനനുസരിച്ചുള്ള മ്യൂസിക് അത് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെല്ലാവരും അഭിനയിച്ച ചെറിയ ക്യാരക്ടർ തൊട്ട് വലിയ ക്യാരക്ടർ വരെ അഭിനയിച്ചവരെല്ലാവരും അവൻ്റെതായ രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അമ്മ വേഷം ചെയ്തിട്ടുണ്ട് ഇതിൽ, നമ്മുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ബേസിലിൻ്റെ അമ്മയായിട്ട് വേഷം ചെയ്തത് അടിപൊളിയായിട്ടുണ്ട്. പുള്ളിൻ്റെ പെങ്ങളായിട്ടൊരു വേഷം ചെയ്തൊരു പെൺകുട്ടിയുണ്ട്, അതും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നസ്രിയൻ്റെ ഒരു ഹസ്ബൻഡായിട്ട് അഭിനയിച്ച, അവൻ്റെ പേര് കറക്റ്റായിട്ട് ആക്കി കിട്ടില്ല, അപർണദാസിൻ്റെ ഹസ്ബൻഡ്. പുള്ളി നല്ലൊരു മെച്യൂരിറ്റി ക്യാരക്ടർ, അതാണ് പുള്ളിൻ്റെ ഒരു ഇത്. അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു നിഗൂഢതയിൽ എന്താ പറയുക, തെളിഞ്ഞു വന്ന സൂക്ഷ്മദർശിനി. അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു പിക്ചറിൻ്റെ നല്ല ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കാരണം മലയാളത്തിൽ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ്, അതിങ്ങനെ ഒരു സ്ക്രീൻ പ്ലേ, ഇങ്ങനെ ഒരു കാസ്റ്റിങ്ങിലൂടെ ഒരു പടം വരുമ്പോൾ എന്താകുന്ന, കാരണം ഇന്റർവ്യൂ കൊണ്ട് ഹിറ്റായ ഒരു പടമാണ് വന്നിട്ടത്. പക്ഷേ സ്ക്രിപ്റ്റ് ബേസിൽ ഹിറ്റായ പടമാണ്. എല്ലാവരും പറഞ്ഞു ഇന്റർവ്യൂ കൊണ്ട് ഹിറ്റായതാണ്. ഇന്റർവ്യൂ ഹിറ്റാണ്, പടവും ഹിറ്റാണ്, എല്ലാം ഹിറ്റാണ്. കാരണം കോംബോ അങ്ങനെയാണ്, സ്ക്രിപ്റ്റ് അങ്ങനെയാണ്, സ്ക്രീൻ പ്ലേ അങ്ങനെയാണ്. കാരണം ഈ ഒരു ഇതില് കോംബോ എന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഏതൊരു കോംബോനെയും കൊണ്ടുവരാം. പക്ഷെ ഇതൊരു എന്താ പറയാ, നമുക്ക് നമ്മുടെ ഉള്ളിൽ, കാരണം ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞൊരു നടൻ നമ്മുടെ കുടുംബത്തിലൊരു ഇതുപോലെയാണ് നമുക്കിപ്പോൾ എല്ലാവരും ഫീൽ ചെയ്യുന്നത്. കാരണം പുള്ളിനെ കാണുമ്പോൾ തന്നെ, സീരിയസ് ആയിട്ടുള്ള ഒരു മുഖം കാണുമ്പോൾ തന്നെ തിയേറ്ററിൽ ചിരി വരികയാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കാം ബേസിൽ ജോസഫിന് എന്ന് വെച്ചാൽ ഈ കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളത്. നസ്രിയ വരുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പടത്തിന്റെ ഒരു വാല്യൂ നമുക്കത് മനസ്സിലാവുന്നത്. അതുകൊണ്ട് സൂക്ഷ്മദർശൻ ഈസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്, ത്രില്ലറാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങളിത് തിയേറ്ററിൽ പോയിട്ട് തന്നെ നല്ല ഇതിൽ തന്നെ കാണാം. അല്ലാതെ നിങ്ങൾ ജയ ഹേ പോലെ കോമഡി അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. കോമഡി ഉണ്ട്, സിറ്റുവേഷൻ ബേസ് കോമഡിയാണ്. മൊത്തത്തിലൊരു ത്രില്ല് മോഡിലാണ് ഈ ഒരു പടം പോകുന്നത്. ക്ലൈമാക്സും ആ സ്റ്റോറി സ്ക്രിപ്റ്റ് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയൊരു തോട്ടിനെ അതൊരു വലിയ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയതാണ്. ആ ഡെവലപ്പ് ചെയ്ത രീതി അതിൽ 100-110% അവർ വിജയിച്ചു.